നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 31. If y is equal to sin x whole raised to tan x plus cos x whole raised to sec x, find dy by dx. ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇതേപോലത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് വേറെ കുറച്ച് പ്രോബ്ലംസ് അതിനെ ബേസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ 31. Solution 31. നമുക്ക് തന്നിരിക്കുന്നത് എന്താ? y is equal to sin x whole raised to tan x plus cos x whole raised to sec x അല്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? dy by dx ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫംഗ്ഷൻ റേസ് ടു ഫംഗ്ഷൻ പ്ലസ് ഫംഗ്ഷൻ റേസ് ടു ഫംഗ്ഷൻ എന്ന് വരുമ്പോൾ ഒരാൾക്ക് യു എന്ന് പേര് കൊടുക്കാം, ഒരാൾക്ക് വി എന്ന് പേര് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പറയും dy by dx പറയുന്നത് du by dx പ്ലസ് dv by dx ആണ് അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ആ യുവിൻ്റെ ഇത് കണ്ടുപിടിക്കും, വിയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. അപ്പോൾ യു എന്ന് പറയുന്നത് ഈ ഒരു ടേം മാത്രമായതുകൊണ്ട് തന്നെ അത് ഫംഗ്ഷൻ റേസ് ടു ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഭാഗം ലോഗ് എടുത്തതിന് ശേഷം നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം ആലോചിക്കുന്നത്, നമ്മൾ ലോഗ് എടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് ചെയ്യാണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലോഗ് എ റേസ് ടു ബി ഫോമിലാണെങ്കിൽ അതിനെ ബി ലോഗ് ചെയ്ത് എഴുതാം. അങ്ങനെ എഴുതിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു. ഓക്കെ, അപ്പോൾ എഴുതാം. ലെറ്റ് യു ഇസ് ഈക്വൽ ടു sin x whole raised to tan x. v is equal to cos x whole raised to sec x. ഓക്കെ, അങ്ങനെയാണെങ്കിൽ y is equal to എന്തായിരിക്കും? u plus v ആയിരിക്കും. dy by dx എന്ന് പറയുന്നത് is equal to du by dx plus dv by dx അല്ലേ? അപ്പോൾ ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. അതിനുശേഷം നമ്മൾ u is equal to എന്താണ്? sin x whole raised to tan x ആണ്. അതിനുശേഷം നമ്മൾ രണ്ട് ഭാഗത്ത് ലോഗ് കൊടുക്കാം. ലോഗ് കൊടുക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഫംഗ്ഷൻ റേസ് ടു ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോഗ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എന്ത് വരും? ലോഗ് u is equal to log of sin x whole raised to tan x അല്ലേ? ഇനി നമുക്ക് എന്തെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്യാനുള്ളത് എന്താണ്? ലോഗ് എ റേസ് ടു ബി ഫോം അല്ലേ? അപ്പോൾ നമുക്ക് അതിനെ എന്തെന്ന് എഴുതണം? ബി ലോഗ് എന്ന് എഴുതണം. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ലോഗ് യു ഇസ് ഈക്വൽ ടു ടാൻ എക്സ് ലോഗ് സൈൻ എക്സ് എന്ന് വരും അല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം രണ്ട് ഭാഗത്ത് ഇവിടെ എഴുതണം കേട്ടോ. ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ് ഇവിടെ എഴുതണം. ടേക്കിംഗ് ലോഗ് ഓൺ both sides. ഇനി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമ്മൾ എന്തുകൊണ്ട് എക്സോട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കാരണം du by dx അല്ലേ? അതായത് യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ വരും? ഡിഫറൻഷിയേറ്റിംഗ് both sides with respect to x. നമുക്ക് എന്ത് കിട്ടും? d by dx of log u is equal to d by dx of tan x log of sin x എന്ന് വരും അല്ലേ? ഇനി log u യുടെ ഡെറിവേറ്റീവ് നമുക്ക് എങ്ങനെ കിട്ടാം? ഡെറിവേറ്റീവ് ഓഫ് log u എന്ന് പറയുന്നത് എന്താ? 1 by u du by dx അല്ലേ? 1 by u du by dx. ഇനി ഡെറിവേറ്റീവ് ഓഫ് tan x ഇവിടെ എന്താ? log of sin x. അപ്പോൾ ഇതിനൊരു ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം, ഇതിനെ വേറൊരു ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം? പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കാം. അപ്പോൾ tan x ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താ? sec square x. രണ്ടാമത്തെ ആളെ അതേപോലെ തന്നെ വയ്ക്കുക, log of sin x പ്ലസ് tan x അതേപോലെ തന്നെ വയ്ക്കുക. log of sin x ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 by sin x cos x ആയിരിക്കും അല്ലേ? ഇവിടെ എന്താ കിട്ടുക? sec square x log of
sin x പ്ലസ് tan x എന്ന് പറയുന്നത് എന്താണ് sin x by cos x ആണ് അല്ലേ sin x by cos x into cos x by sin x അതായത് ഈ കോസും കോസും ക്യാൻസൽ ആവും സൈനും സൈനും ക്യാൻസൽ ആവും അപ്പോൾ എന്താ ഉണ്ടാവും അവിടെ 1 ആണ് കിട്ടുക അല്ലേ അതായത് ഞാൻ ഇവിടെ മാറ്റിയാണേ അതായത് 1 by u du by dx is equal to എന്ത് വരും sec square x log of sin x plus 1 കാരണം നമ്മുടെ സൈനും സൈനും ക്യാൻസൽ ആയി കോസും കോസും ക്യാൻസൽ ആയി അപ്പോൾ എന്ത് വരും 1 വരും അല്ലേ എല്ലാം ക്യാൻസൽ ആയി പോകും ഇനി du by dx എന്ന് പറയുന്നത് ഇവിടെ u അതായത് 1 by u equal to അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ ഉണ്ടാവുക u എന്നാണ് വരിക അല്ലേ u is equal to u sec square x log of sin x plus 1 u എന്ന് പറയുന്നത് എന്താ sin x whole raised to tan x ബാക്കിയുള്ളത് അതേപോലെ തന്നെ എഴുതാം sec square x log of sin x plus 1 അപ്പോൾ അതാണ് നമ്മുടെ du by dx ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് v നമ്മൾ നോക്കാം v എന്ന് പറയുന്നത് എന്താണ് v is equal to അപ്പോൾ അതിന് നമുക്ക് എന്ത് പേര് കൊടുക്കാം du by dx ന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ന്ന് പേര് കൊടുക്കാം ഓക്കേ ഇനി v എന്ന് പറയുന്നത് എന്താണ് cos x whole raised to sec x ആണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം ഫംഗ്ഷൻ raised to ഫംഗ്ഷൻ അല്ലേ അപ്പോൾ taking log on both sides രണ്ട് ഭാഗത്ത് log എടുക്കാം log എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും log v is equal to log of cos x sec x എന്തെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അറേഞ്ച്മെന്റ് ചെയ്യാം നമുക്കറിയാം log a raised to b എന്ന് പറയുന്നത് b log a ആണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം log v is equal to sec x log cos x അല്ലേ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്ത് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു x കാരണം എന്തുകൊണ്ടാണ് dy by dx എന്ന് പറയുന്നത് du by dx plus dv by dx ആണ് അതായത് ഇവിടെ v നെ എന്ത് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു x വെച്ചിട്ടാണ് അതായത് താഴെ എന്താണ് വേരിയബിൾ ആ വേരിയബിൾ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ എന്താ വരാം ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു x differentiating both sides with respect to x we obtain and d by dx of log v is equal to d by dx of sec x log of cos x അല്ലേ ഇപ്പോൾ log v യുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താ 1 by v dv by dx is equal to ഇത് മനസ്സിലായില്ലേ log v യുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 by v ആണ് ഇവിടെ എന്താ വേരിയബിൾ വന്നേക്കുന്നത് x ഇവിടെ എന്താ വേരിയബിൾ വന്നേക്കുന്നത് v ആണ് വന്നേക്കുന്നത് അപ്പോൾ ഒന്നുകൂടി നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം ഇനി ഡെറിവേറ്റീവ് ഓഫ് sec x log of cos x അപ്പോൾ ഇതിനെ u ആയിട്ട് കൺസിഡർ ചെയ്യാം ഇതിനെ v ആയിട്ട് കൺസിഡർ ചെയ്യാം അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യുമ്പോൾ sec x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താ sec x tan x രണ്ടാമത്തെ ആളെ അതേപോലെ തന്നെ വെക്കാം log of cos x പ്ലസ് ആദ്യത്തെ ആളെ അതേപോലെ തന്നെ വെക്കാം രണ്ടാമത്തെ ആളെ എന്ത് ചെയ്യുക ഡെറിവേറ്റ് ചെയ്യുക രണ്ടാമത്തെ ആളെ ഡെറിവേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടാം log of cos x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 by cos x ആണ് ഇനി cos x ന്റെ ഡെറിവേറ്റീവ് എന്താ മൈനസ് sin x ആണ് മൈനസ് sin x ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്താ ചെയ്യണ്ടേ sec x tan x log of cos x മൈനസ് ഇവിടെ മൈനസ് സൈൻ ഉണ്ട് അല്ലേ ഇനി sin by cos sin by cos എന്ന് പറയുന്നത് എന്താ tan x ആണ് അപ്പോൾ മൈനസ് എന്ന് വരും sec x tan x sin by cos എന്താണ് tan x അല്ലേ അപ്പോൾ sec x tan x ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലായില്ലേ
log of cos x ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 by cos x into derivative of cos x എന്തായിരിക്കും minus sin x. ഓക്കെ, അപ്പോൾ ഇതിൽ വേണ്ട കാര്യം മെയിനായിട്ട് ഫോർമുലാസ് കൃത്യമായിട്ട് പഠിക്കാവുന്നതാണ്, ഇതിലൊക്കെ ഓർത്ത് വയ്ക്കേണ്ട കാര്യം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 1 by v dv by dx. ഓക്കെ, ഞാനിവിടെ മാറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 1 by v dv by dx is equal to sec x tan x log of cos x minus sec x tan x അല്ലേ? ഓക്കെ, ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ sec x tan x കോമൺ ആക്കി എടുക്കാം കേട്ടോ. sec x tan x കോമൺ ആക്കി എടുക്കാം, അങ്ങനെ എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി d കാരണം ഇവിടെ sec x tan x ഉണ്ട്, ഇവിടെയും sec x tan x ഉണ്ട്. അപ്പോൾ ഇത് രണ്ട് കോമൺ ആക്കി എടുക്കുമ്പോൾ log of cos x minus 1 വരും. അങ്ങനെ എഴുതണമെങ്കിൽ എഴുതാം, അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം, dv by dx is equal to 1 by v equal to അപ്പുറത്തേക്ക് പോകുമ്പോൾ v into എന്ന് വരും അല്ലേ? ഇവിടെ നമ്മൾ sec x tan x കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ എന്ത് വരും? log of cos x minus 1 ആണ് വരും അല്ലേ? ഇനി v എന്ന് പറയുന്ന ആരാണ്? cos x raised to sec x. അതായത് dv by dx is equal to cos x raised to sec x. അപ്പോൾ v യുടെ വാല്യൂ എഴുതി, ബാക്കിയുള്ളത് എഴുതാം. sec x tan x log of cos x minus 1. അതൊക്കെ എന്ന് പറയാം ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയാം. ഇനി നമ്മൾ എന്താ ചെയ്യാം? പുട്ടിംഗ് ദ വാല്യൂ ഓഫ് ഇക്വേഷൻ 2 and 3 in 1 we obtain എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളത് എഴുതാം. ഇതെന്താണ്? du by dx ആണ്. ഞാൻ ഇവിടെ മാറ്റിയാണ്. Putting the value of equation, putting the value of equation 2 and 3 in equation 1 we obtain. നമുക്ക് എന്താ കിട്ടുക? dy by dx is equal to എന്തെന്ന് വരും? du by dx എന്താണ്? sin x whole raised to tan x sec square x log of sin x plus 1 plus dv by dx എന്ന് പറയുന്നത് cos x whole raised to sec x tan x. നമ്മൾ കോമൺ ആക്കിയാണ് എടുത്തേക്കുന്നത്, അപ്പോൾ വേണമെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് അകത്ത് കൊടുക്കാം. അപ്പോൾ അത് കുറച്ചുകൂടി കാണാനായിട്ട് പറ്റും. മറ്റേ ബ്രാക്കറ്റ് ഇട്ടാലും കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ നമുക്കത് കൃത്യമായിട്ട് കാണാം. അതായത് ഈ sec of tan x എന്ന് പറയുന്നത് log of cos x നും minus 1 ഈ രണ്ട് ആൾക്കാർക്കും ബാധകമാണ്. അപ്പോൾ എന്താ പറയുക? sec x tan x log of cos x minus 1 ഇതായിരിക്കും നമുക്ക് എന്തുള്ള ഫൈനൽ സൊല്യൂഷൻ ആയിട്ട് വരും. അപ്പോൾ ഇന്നത്തെ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം യുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, രണ്ടെണ്ണത്തിന് ഡെറിവേറ്റീവ് സെപ്പറേറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം അത് ആഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.